എന്നുള്ളം പതിരല്ല മെല്ലെ എന്നോരം ആവാൻ നിന്മായ കാഴ്ചയ്ക്കെല്ലാം അർത്ഥങ്ങൾ ഞാൻ ഇന്നേകാം. അരികെ അരികെ നിഴലായി മാറാം പ്രണയം മുഴുവൻ ഇനിയേകാം. ഈ നേരം മറയില്ല സ്വപ്നങ്ങൾ കൂടിയില്ല നിന്നെഞ്ചിന്നാശയെല്ലാം കണ്ണോരം ഞാൻ ഇന്നേകാം. ഇനിയേ വലിയ ശലഭങ്ങൾ നാം പിരിയാൻ തുടരാം നാളെല്ലാം. നിൻമിഴികളിൽ മിന്നും കണ്ണാടി ഉയിരിൻ പൊരുൾ തേടും കണ്ണാടി എൻ മുഖമതിലെന്നും കാണാനീ ഇരവറിയും മുന്നേ നെഞ്ചാകെ നീ നിറയുകയോ. ഹേ മെല്ലെ 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 ഇഷ്ടം തോന്നുന്നുണ്ടോ? വേണ്ടെന്നുള്ളം ചൊല്ലുമ്പോഴും തോന്നുന്നുണ്ടോ? എൻ്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് ഞങ്ങൾ രക്ഷിതാക്കളുടെയും ഞങ്ങളുടെ കുട്ടികളുടെയും ക്ഷണം സ്വീകരിച്ച് ഈ മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിയിരിക്കുന്ന നിങ്ങളെ ഏവരെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെയും ശ്രീമതി ഷീജയുടെയും മകളും കുമാരി അമൃതയുടെ സഹോദരിയും അടക്കായിക്കോട്ട് ഗംഗാധരൻ സാറിൻ്റെയും ശ്രീമതി അംബികാദേവി ടീച്ചറിൻ്റെയും കാഞ്ഞിരത്തിൽ പരേതനായ ലക്ഷ്മണ മുതലാളിയുടെയും ശ്രീമതി പ്രഭാവതി അവരുടെയും ചെറുമകളുമായ അശ്വതി അനിൽകുമാറും എൻ്റെ വിവാഹ നിശ്ചയ മുഹൂർത്തമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ആദ്യമായി ഇന്ന് എൻ്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആനന്ദിൻ്റെ രക്ഷകരെയും ബന്ധുമിത്രാദികളെയും ഞാൻ സ്നേഹപുരസ്സരം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ കൂടിയിരിക്കുന്നവരെല്ലാം തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. എൻ്റെ അമ്മയുടെ സഹോദരിമാരും സഹോദരന്മാരും അവരുടെ മക്കളും മരുമക്കളും ചെറുമക്കളും എല്ലാമാണ് ഇവിടെ സംബന്ധിച്ചത്. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ കൂട്ടത്തിൽ നിന്നുള്ള എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ എൻ്റെ മക്കളും എൻ്റെ അപ്പച്ചമാരുടെ മക്കളും അവരുടെ മരുമക്കളും ചെറുമക്കളും എല്ലാം കൂടിയ സദസ്സാണ് ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മകളുടെ ഏതാണ്ട് 8ാം ക്ലാസ് തൊട്ടുള്ള പഠന കാര്യങ്ങളിലോട്ട് മുൻപോട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന എൻ്റെ യൂണിയൻ്റെ പ്രസിഡന്റായിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ഡോക്ടർ, ഞാൻ എൻ്റെ രക്ഷിതാവിനെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ജി ജയദേവൻ സാർ അവர்களാണ്. അതുപോലെ തന്നെ സാറിൻ്റെ സഹോദരനായ പ്രൊഫസർ ഓമൻ ടീച്ചർ. കുട്ടികൾക്ക് ഏത് സാഹചര്യത്തിലും എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവർക്കൊരു കൈത്താങ്ങായി എപ്പോഴും അവരോട് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ ഈ വേദി സംഗീതനായിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടറെ ഞാൻ ആദരവോടും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ സഹോദരന്മാരുടെ മക്കൾ, അവരുടെ അപ്പച്ചിമാരുടെ മക്കൾ തുടങ്ങി എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ മംഗളകർമ്മത്തിലേക്ക് സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ SNDP യോഗം കുണ്ടറയമ്മ നേതാക്കന്മാരുണ്ട്, ശാഖയുടെ ഭാരവാഹികളുണ്ട്,
വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കന്മാരുണ്ട്. അങ്ങനെ എല്ലാവരും ഞാൻ എൻ്റെ ഹൃദയത്തിൽ തന്നെയുള്ള സ്വാഗതം അവരെ അർപ്പിക്കുകയാണ്. എല്ലാവരും ഈ മംഗളകർമ്മം ധന്യമാക്കി തരണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. വരൻ്റെ അച്ഛനെന്നുള്ള നിലയിൽ ഇന്നിവിടെ വരൻ്റെ ഭാഗത്തുനിന്ന് വന്ന ബന്ധുമിത്രാദികളെയും മറുഭാഗത്തുള്ള എല്ലാ മാന്യദേഹങ്ങളെയും ഞാൻ സഭാത്മന സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ ഓരോരുത്തരെയും പ്രത്യേകം പരിചയപ്പെടുത്താൻ എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടാണ്. എങ്കിൽ കൂടി ആദ്യം എൻ്റെ വൈഫിൻ്റെ കാര്യം പറയാം. വൈഫ് വർക്കല എസ് എൻ കോളേജിൽ റിട്ടയർ ചെയ്തു. ഇപ്പം റിട്ടയർഡ് ലൈഫിലാണ്. വരൻ ഇപ്പോൾ കേരള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ. ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൽ ചീഫ് സയൻറ്റിസ്റ്റായിട്ട് റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ എൻ്റെ മകളെ കൂടെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. മകൾ എഴുന്നേറ്റ് എന്ന വിഷയമാണ് സൗമ്യ. മകളുടെ ഹസ്ബൻഡ് മനീഷ് എഴുന്നേറ്റ്. മകളുടെ മകൾ നിഹാര. ഇതുകൂടാതെ എൻ്റെ സിസ്റ്റർ സുലേഖ എഴുന്നേറ്റ്. ശ്രീമതി സുലേഖ. സുലേഖയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അവരുടെ മകൻ ശ്യാമിൻ്റെ വൈഫ് തനുജ. അവരുടെ മക്കൾ രണ്ടുപേര്. മകൾ ഷാനി. അവർക്ക് 2 കുട്ടികൾ. അത് കഴിഞ്ഞ് എൻ്റെ അനുജൻ സുഭാഷിൻ്റെ വൈഫ് ശ്രീകലയുടെ മകൻ പ്രതീഷ്. പിന്നെ വൈഫിൻ്റെ മാമൻ്റെ ഭാര്യ ലീല, ശ്രീമതി ലീല. അവിടെ വൈഫിൻ്റെ സഹോദരൻ്റെ വൈഫ് പുഷ്പ. പ്ലീസ്. വൈഫിൻ്റെ ഇളയ സിസ്റ്ററിൻ്റെ മകൻ ഇവിടെ വന്നിട്ടുണ്ട്. വിഷ്ണു പ്ലീസ്. കണ്ണൻ സോറി. ഇനി ബാക്കിയുള്ള എല്ലാ ഇവിടെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവരും എൻ്റെ ബന്ധുമിത്രാദികളും നമ്മുടെ കുടുംബ സുഹൃത്തുക്കളുമാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷം പങ്കെടുത്തു. താങ്ക് യു.
ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परं ब्रह्म तस्मै श्री गुरुवे नमः ദൈവമേ കാത്തുകൊള്ളുക കൈവിടാനിന്നു ഞങ്ങളെ നാവികന്നി ഭവാനിക്കോറാവിവൻതോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും പോലുള്ള നിന്നിലാസ്പന്ദമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയും തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ നീയല്ലോ മായയെ നീതി സായുജ്യം നൽകുവാനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതു മൊഴിയ നോക്കി അകവും പുറവും തിങ്ങും മഹിമാ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദിനാപരപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു ജയിക്കുക ആഴവേറും നിൻ മനസ്സ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം കായേന വാചാ മനസേന്ദ്രിയോർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യത്തിൽ സകലം വരസേ ശ്രീനാരായണ ഗുരു തൃപാദങ്ങളിൽ സമർപ്പയാം ശ്രീനാരായണ ഗുരു തൃപാദങ്ങളിൽ സമർപ്പയാം ശ്രീനാരായണ ഗുരു തൃപാദങ്ങളിൽ സമർപ്പയാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി 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 പുതുനാമ്പുകൾ ആദ്യമായി ഉണരും നീതാ ഉള്ളിലായി ദൂരെ ദൂരെ പോകും നിരം തണലുപോ തുണയൊരാളരികിൽ വരുമോ സ്നേഹം കൊണ്ടേ മെയ്യും കൂട്ടിൽ ഇവനെയാ ചിറകിലാൻ കരുതിടുമോ ഒരായിരം പ്രതീക്ഷകൾ ജനാലകൾ
തുറന്നിതാ വിരുന്നുവ വസന്തമേ. എല്ലാവരുടെയും അനുഗ്രഹ ആശംസകളുണ്ട്. അവരുടെയും കുട്ടികളുടെയും മോതിര കൈമാറ്റ ചടങ്ങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് നേരം കുറിപ്പടി വായിക്കുക എന്നുള്ളതാണ്. വധു നക്ഷത്രം അശ്വതി, വരൻ ആനന്ദ് നക്ഷത്രം മൂലം. ഇവർ തമ്മിലുള്ള വിവാഹത്തിൻ്റെ മുഹൂർത്തം ചിന്തിച്ചത് 1199 മേടമാസം 26, 2024 മെയ് 9 വ്യാഴാഴ്ച പകൽ 11:59 കഴിയും 12:30 മാമീനത്തിന് നേരവും, തുടർന്ന് 1:32 യാത്രയ്ക്കും 3:27 ഗൃഹപ്രവേശനവും ചെയ്ത് കുടിവെപ്പിൽ നേരം ഉത്തമം. നിങ്ങളുടെ എല്ലാവരെയും തുടർന്നുള്ള എല്ലാ ചടങ്ങുകൾക്കും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകണമെന്ന് ഗുരുദേവൻ അത് അറിയിക്കും. ഇന്നീരാവിൽ പെയ്യാമഴയായി എന്നിൽ നിറയും അനുരാഗം. പൂവിന്നിതളിൽ മധു തേടും മധുവായി നിന്നെ തേടി എൻ മിഴികൾ. ഈ വഴികളിൽ നുരചിതറിയ കനവുകളാലൻ മനമെന്നോളം നിറയും. ഈറന്നീലാവിൽ മഴത്തുള്ളിയായി തോരാതെ പെയ്തിന്നു നീ വന്നുവോ. പൂവിൽ തലോടുന്നൊരീ കാറ്റിനാൽ അലിയും അതിലൻ ഹൃദയം. കാർമുകിൽ തോൽക്കും മുടിയിഴകളിൽ പുൽകി ഞാനെന്നും ഒന്നു പതിയെ. വെൺമുകിൽ തോൽക്കും മിഴിയിണകളിൽ കണ്ടു ഞാനെന്നും എൻ പാതിയെ. നീയാകുമീ ശ്രുതിയായി ചേരുമ്പോഴേ ഞാനാകുമീ ലയമായി ഒന്നാകവേ. ഈറന്നീലാവിൽ മഴത്തുള്ളിയായി തോരാതെ പെയ്തിന്നു നീ വന്നുവോ. പൂവിൽ തലോടുന്നൊരീ കാറ്റിനാൽ അലിയും അതിലൻ ഹൃദയം. ഇന്നീരാവിൽ പെയ്യാമഴയായി എന്നിൽ നിറയും അനുരാഗം. പൂവിന്നിതളിൽ മധു തേടും മധുവായി നിന്നെ തേടി എൻ മിഴികൾ. ഈ വഴികളിൽ നുരചിതറിയ കനവുകളാലൻ മനമെന്നോളം നിറയും. ഈറന്നീലാവിൽ മഴത്തുള്ളിയായി തോരാതെ പെയ്തിന്നു നീ വന്നുവോ. പൂവിൽ
അതിലൻ ഹൃദയം സാഗരം സഖി തീര പോലെ കാതിൽ നിൻധ്വനി മായാപ്പൂവയെന്നും പൂവിട്ടു നീ അകമാകെ ഋതുകളാ പോയോ ഒഴിയുന്ന